അടുക്കളയിലെ അവിഭാജ്യ ഘടകമായ കത്തിക്ക് കേരളത്തിൽ നിന്ന് ഒരു സ്വന്തം ബ്രാൻഡുണ്ട്, രാമചന്ദ്രൻ കത്തികൾ. പാലക്കാട് പല്ലശ്ശനയാണ് രാമചന്ദ്രൻ കത്തികളുടെ സ്വദേശം. നിത്യജീവിതത്തിലെ ആയുധമായ കത്തികളുടെ വിശേഷം കാണാം ഇനി നമ്മുടെ സെൻട്രൽ മാഗസിനിൽ. അടുക്കളയിലെ പോരാട്ട വീര്യത്തിന് മൂർച്ച പകർന്നാണ് രാമചന്ദ്രൻ കത്തികൾ ഉപയോഗിച്ചവരുടെ മനസ്സ് കീഴടക്കിയത്. പരമ്പരാഗതമായി കൈപ്പിടിയിലൊതുക്കിയ നിർമ്മാണ വൈദഗ്ധ്യത്തെ കുടിൽ വ്യവസായമായി തുടങ്ങുകയായിരുന്നു പാലക്കാട് പല്ലശ്ശനയിലെ രാമചന്ദ്രൻ. ഞാൻ വളരെ ചെറുപ്പകാലം മുതലാണ് ഇതിൻ്റെ പണിയായിട്ടുള്ള ബന്ധം. അത് ഞങ്ങളുടെ അച്ഛൻ മുത്തച്ഛന്മാരായിട്ട് ചെയ്തു വരുന്ന ഒരു പാരമ്പര്യ കുലത്തൊഴിൽ എന്ന് പറയാം. അപ്പോൾ അതിലൂടെ ഞങ്ങൾ പിന്തുടർന്ന് ഒന്ന് ഉപജീവനമാർഗം കണ്ടെത്തിയത്. അച്ഛൻ ഞങ്ങൾക്ക് തന്നു. എനിക്ക് തന്നെ ഒരു 45 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലുണ്ട്. നമ്മുടെ ചേട്ടന് വേണ്ടി ഒരു 55-60 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലുണ്ട്. ചെയ്യുന്ന പണി ആത്മാർത്ഥമായി ചെയ്ത് ജനങ്ങൾക്ക് നല്ല സാധനം കൊടുത്തിട്ട് ചിരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഈ ഇത്രയും ചെറിയ പേര് കിട്ടിയത്. വെറുമൊരു ഇരുമ്പ് കഷ്ണത്തിലേക്ക് ഉരുക്കിൻ്റെ ഉറപ്പുള്ള ഗുണമേന്മ കൂടി ചേർന്നപ്പോൾ രാമചന്ദ്രൻ കത്തികൾ ഒരു നാടൻ ബ്രാൻഡായി മാറുന്നു. ചെറിയ വിലയ്ക്കുള്ള കത്തികൾ എന്ന് വെച്ചാൽ വാളിൻ്റേതാണ്. ഈ വാളിന് നമ്മുടെ മരം അറക്കണം വാളിൻ്റേതാണ്. ചെറിയ വിലയാണ്. അതിനുശേഷം നമ്മൾ ഈ കറിക്കത്തിയും മറ്റുള്ളതൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് വണ്ടിയുടെ ഓട്ടോ ലീഫിലാണ്. അത് കാച്ചടിച്ച് ഉണ്ടാക്കി അതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ ശേഷം ഓയിൽ ടെമ്പറിങ് ചെയ്തിട്ടാണ്. ഇത് കൂടാതെ ഞങ്ങളുടെ വെറൈറ്റി ഐറ്റം എന്ന് പറയുന്നത് അരത്തിലുണ്ടാക്കുന്ന കത്തി, അതായത് ഈ രാകാനും മറ്റുള്ള കത്തി മുറിച്ചാക്കാനൊക്കെ ഉപയോഗിക്കുന്ന അരം കൊണ്ട് അതിൻ്റെ തല്ലിപ്പണത് അതിന് ശേഷം അതിൻ്റെ പാകപ്പെടുത്തിയെടുത്ത് അത് ഓയിൽ ടെമ്പർ ചെയ്ത് അരത്തിൻ്റെ അത് കുറേ കാലം ഈട് നിൽക്കുന്ന ഒരു ഐറ്റം കൂടി തന്നെയാണ്. നല്ലൊരു കത്തി നിർമ്മിക്കണമെങ്കിൽ അതിന് ഏറ്റവും മികച്ച അസംസ്കൃത വസ്തു വേണം. പഴക്കം ചെന്ന വാഹനങ്ങളുടെ ലീഫുകൾ ഇതിനായി ഉപയോഗിക്കുന്നത് കൊണ്ട് കത്തികളുടെ ഈടും കരുത്തും കൂടുന്നു. മെറ്റീരിയൽ അരം, ലീഫ്, ബ്ലേഡ് പറയുമ്പോൾ വാൾ, നമ്മൾ സാമിലൊക്കെ അറക്കുന്ന വാളിൻ്റെ പീസാണ് ഒരു ഐറ്റം കത്തിക്കുണ്ടാകും. അത് വളരെ കനം കുറഞ്ഞായിരിക്കും ഈ പച്ചക്കറിയൊക്കെ മുറിക്കാൻ പറ്റുന്ന ആ കത്തി. പിന്നെ വന്നിട്ട് ലീഫിൻ്റെ ഉരുക്കിൻ്റെ പീസ് കട്ട് പീസുകളൊക്കെ നമുക്ക് കിട്ടും. ഈ റോൾ തകട കിട്ടും. അത് ഫുൾ ടെമ്പറിലാണ്. അത് കാച്ചിയടിക്കണം. തീയിൽ കാച്ചിയടിച്ച് അതൊരു കത്തി നമുക്ക് പച്ചക്കറി, മീൻ, ഇറച്ചിയൊക്കെ മുറിക്കാൻ പറ്റുന്ന ആ സൈസ്. പിന്നെ അടുത്ത അരമാണ്, ഫയലാണ്. നമ്മൾ കത്തികൾ ഷാർപ്പായി ഉപയോഗിക്കുന്ന അരം കൊണ്ടിട്ട് ആ മെറ്റീരിയൽ കാച്ചി അടിച്ചിട്ട് അത് നല്ല ഒരുപാട് കാലം ഉപയോഗിക്കും. ഒരു കത്തിയൊക്കെ വാങ്ങിച്ചാൽ 10-15 കൊല്ലമൊക്കെ ഉപയോഗിക്കാം. ഇരുമ്പ് മുറിച്ചാൽ പോലും മൂർച്ച പോകാത്ത തരത്തിലുള്ള അത്ഭുതകരമായ കരുത്താണ് രാമചന്ദ്രൻ കത്തികളുടെ പ്രധാന സവിശേഷതയായി പറയപ്പെടുന്നത്. ഉരുക്ക് വളരെ കൃത്യമായ ചൂടിലും തണുപ്പിലും കടന്നുപോയി രൂപപ്പെടുത്തിയാൽ മാത്രമേ അതിൽ നല്ല മൂർച്ചയും ദീർഘായുസുമുള്ള കത്തികൾ ലഭിക്കുകയുള്ളൂ. അത് പരമ്പരാഗത രീതിയിൽ തന്നെ ഇവിടെയുള്ളവർ ചെയ്യുന്നു. ഫാക്ടറികളിലെ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കത്തികളല്ലിവ. പല്ലശ്ശനയിലെ പരിചയസമ്പന്നരായ തൊഴിലാളികൾ തീച്ചുളയിൽ തല്ലിപ്പഴിപ്പിച്ച് കാച്ചി പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിക്കുന്നവയാണ്. പക്ഷേ ഓരോരുത്തരും ഓരോ പണി ചെയ്യുള്ളൂ. ഇയാൾ തല്ലി അടിക്കാൻ തല്ല് മാത്രം ചെയ്യുള്ളൂ. കാരണം അയാൾ വേറെ പണി കൊടുത്ത് ചെയ്യും. പക്ഷേ അത് ആ സ്പീഡ് കിട്ടില്ല. ഈ തല്ലുന്ന സ്പീഡ് അതിന് കിട്ടില്ല. ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്ക് ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു പണി മാത്രം. അത് കഴിഞ്ഞാൽ വേറെ ചെയ്യുമ്പോൾ ചെയ്യും. ആദ്യകാലങ്ങളിൽ എക്സിബിഷനുകളിൽ മാത്രമായിരുന്നു കത്തിയുടെ വിപണനം നടന്നിരുന്നത്. എന്നാൽ കോവിഡ് എത്തിയതോടെ രാമചന്ദ്രൻ കത്തികൾ ഓൺലൈനിലേക്ക് മാറി. ഇപ്പോൾ കത്തികൾ പാഴ്സലായി രാജ്യത്തുടനീളം ലഭിക്കും. കൊറോണയുടെ സമയത്ത് ഞങ്ങളുടെ IRDP മറ്റേ എക്സിബിഷൻ നിന്നപ്പോൾ ഞങ്ങൾ ഓൺലൈനായിട്ടുള്ള സംവിധാനം തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിൽ മുഴുവനും അയച്ചു കൊടുക്കാറുണ്ട്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞങ്ങൾ കൊറിയറായിട്ടും പാർസൽ സർവീസ് അയക്കാറുണ്ട്. വിദേശത്തേക്ക് ബന്ധുക്കൾ വഴിയും ധാരാളം പ്രവാസികൾ ഇപ്പോൾ രാമചന്ദ്രൻ കത്തികൾ വാങ്ങുന്നുണ്ട്. മാളുകളിലും ആമസോണിലും ഈ കത്തികൾ ലഭ്യമാണ്. ഹോൾസെയിൽ കൊടുക്കേണ്ട അത്യാവശ്യം ഈ മറ്റേ നമ്മുടെ ലുലു മാള് മറ്റുള്ള ഇങ്ങനെയുള്ള പിന്നെ ഓൺലൈനിൽ ഏജൻസികൾക്ക് കുറേ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ടിലേക്ക് ഏജൻസികൾ കൊടുക്കണം. ഞങ്ങൾ നേരിട്ടില്ല. കാരണം നമ്മൾക്ക് നേരിട്ട് അത്രയ്ക്ക് താങ്ങില്ല. കാരണം പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്തിരി വൈകും. അപ്പോൾ നമ്മൾക്കിവിടെ കാര്യങ്ങൾ നടന്നു പോകാൻ വളരെ കഷ്ടത്തിലാണ്. കത്തിയുടെ ഗുണമേന്മ നാട്ടിലും മറുനാട്ടിലും ഒക്കെ ശ്രദ്ധ നേടാൻ തുടങ്ങിയതോടെ അത് ബ്രാൻഡ് എന്ന നിലയിൽ വിശ്വാസമായി മാറിയതോടെ രാമചന്ദ്രനും സഹോദരങ്ങൾക്കും സന്തോഷവും അഭിമാനവുമായി. അത് കട്ട് ചെയ്ത് അത് നമ്മൾ കട്ടിൽ കട്ട് ചെയ്ത് അത് പിന്നെ അടുത്ത പ്രോസസ്സിങ്ങുമായിട്ട് നമുക്ക്
തീയിൽ കാച്ചി അടിക്കണം. കാച്ചി അടിച്ച് അത് പിന്നീട് ആ കാച്ചിയടിച്ച കത്തി ഗ്രൈൻഡ് ചെയ്യണം. ഗ്രൈൻഡ് ചെയ്യാൻ കൊടുത്ത് അത് ഡ്രില്ലിങ് ചെയ്ത് അതിന് വേറെ പിടി ഉണ്ടാക്കാൻ വേറെ സെക്ഷൻ ഉണ്ട്. ആ പിടി ഉണ്ടാക്കി കഴിഞ്ഞ് ആ പിടിയും കത്തിയും കൂടി തുളച്ച് അത് ആണിയിട്ട് തറച്ച് പിന്നെ ആ പിടി കടഞ്ഞ് എന്നിട്ട് പിന്നെ അതിൽ ചില പിച്ചള തലപ്പിൽ വന്നിട്ട് പിച്ചള കെട്ട് വരും. ആ പിച്ചള കെട്ടൊക്കെ വെച്ച് ലാസ്റ്റാണ് ഫിനിഷിങ് ചെയ്യുന്നത്. ശരാശരി 2.5 മണിക്കൂർ എടുക്കും ഒരു സാധാരണ കത്തി പണിതെടുക്കാൻ. അതിനിടയിൽ അത് 15ഓളം വ്യക്തികളുടെ കൈകളിലൂടെ കടന്നുപോകും. അത് ഒരു കത്തി ഉണ്ടാക്കുന്ന ഒരു 15 ആളുടെ കൈ മാറി പോയാലേ ഒരു കത്തിയായിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അത്രയും പ്രോസസ്സിങ്ങും മറ്റുള്ള ഉണ്ട്. വർഷങ്ങളോളം ഉപയോഗിച്ചാലും മൂർച്ച കുറയില്ല എന്നതും സാധാരണ അടുക്കള കത്തി മുതൽ ഇരുമ്പ് വരെ മുറിക്കാൻ ശേഷിയുള്ള പ്രത്യേകതരം കത്തികൾ ഇവിടെ നിർമ്മിക്കുന്നു എന്നതും കത്തിപ്രേമികളെ പാലക്കാട് എത്തിക്കുന്നു. ഏറ്റവും ചെറിയൊരു 100 രൂപയുടെ കത്തി അയാൾ വന്ന് കൊണ്ടുപോയതാണ്. പക്ഷേ അത് തിരിച്ചു എന്നെ കൂടെ കാണിക്കാൻ വന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ അവർ എപ്പോഴാണ് നിങ്ങൾ വാങ്ങിച്ച് സാറേ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് 17 വർഷം കഴിഞ്ഞെന്നാണ്. അപ്പോൾ ഈ ഒരു 100 രൂപയുടെ കത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ 17 വർഷം ഉപയോഗിക്കാം. ഞാൻ നോക്കുമ്പോൾ ഇനിയൊരു 10-15 വർഷം കൂടി അതിൽ ഉപയോഗിക്കേണ്ട കാര്യം അതിലുണ്ട്. നല്ല ബലമുള്ള തടികൾ ഉപയോഗിച്ചാണ് കത്തിയുടെ പിടികൾ നിർമ്മിക്കുന്നത്. ഇത് കൈകളിൽ മികച്ച ഗ്രിപ്പ് നൽകുന്നു. ബഡോക്ക് വേണ്ടിയുള്ള ഒരു മരം കൊണ്ടാണ് നമ്മൾ കത്തികളുടെ മിക്കവാറും പിടി ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യലായിട്ടുള്ള കത്തികൾക്കൊക്കെ ഞങ്ങൾ റോസ് വുഡ് കൊണ്ട് ഉണ്ടാക്കും. അതാണ് ഈ പിടിക്കാറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ മാത്രമല്ല അതിന് പിച്ചള അങ്ങനത്തുള്ള ആണി മറ്റുള്ള ഒരുപാട് സാധനങ്ങൾ പുറത്ത് ഞങ്ങൾക്ക് വാങ്ങണം. എന്നാലും ഒരു കത്തി ചെയ്യാൻ അത്രയും സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന പച്ചക്കറി കത്തികൾ, മാംസവും മത്സ്യവും വെട്ടുന്ന ചോപ്പറുകൾ, ജപ്പാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ വ്യത്യസ്ത കത്തികൾ, ഇങ്ങനെ തുടങ്ങി 200-ലധികം വൈവിധ്യമാർന്ന ഡിസൈനുകളിലെ കത്തികൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. വിദേശ മോഡലുകൾ, ജപ്പാനീസ് മോഡൽ, സെർബിയൻ മോഡൽ, തുർക്കി മോഡൽ, അങ്ങനെയുള്ള പിന്നെ ഈ ബഡ്ഡിങ് നൈഫ്, പിന്നെ അതുകൂടാതെ നമുക്ക് ഈ പച്ചക്കറി, ഇറച്ചി, മീൻ മറ്റുള്ള അങ്ങനെ മാംസം എല്ലാം മുറിക്കാനും വെട്ടാനും ഉള്ള രീതിയിലുള്ള വലിയ ലീഫിൻ്റെ കത്തികൾ മരത്തിലും ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കി കൊടുക്കുക. അവർ പറയുന്ന ഐറ്റങ്ങൾ ആ മോഡൽ കത്തി വേണമെങ്കിൽ അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കുക. അവർ മോഡൽ അയച്ചു തരുമെങ്കിൽ അതേപോലെ ഉണ്ടാക്കും. അല്ല ഞങ്ങൾ തന്നെ ഒരു 200-250 കത്തികളുടെ മോഡൽ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. കേരളം പോലുള്ള ഒരു സ്ഥലത്ത് കുടിൽ വ്യവസായം വഴി ഒരു ബ്രാൻഡ് രൂപമെടുക്കുന്നത് പ്രാദേശികമായ ഉണർവ് പകരും. ഇരുമ്പിൻ്റെയും ഉരുക്കിൻ്റെയും ലോകത്തേക്ക് കടന്നു വരാൻ ചെറുപ്പക്കാർക്ക് വൈമുഖ്യമുണ്ടെങ്കിലും ഭാവിയിലും രാമചന്ദ്രൻ കത്തികൾക്ക് മൂർച്ച കുറയാതെ കാത്തുസൂക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് രാമചന്ദ്രനും കൂട്ടർക്കുമുള്ളത്. കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഇതൊന്നും ഉണ്ടാവാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ എന്നും വളർന്നു വരുന്ന കുട്ടികളൊന്നും ഈ ഫീൽഡിലേക്ക് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, കുറച്ചുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹവും ഉണ്ട്. എല്ലാവരും നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം സഹകരിക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.